प्राइवेट सेक्टर की भागीदारी से इनोवेशन और एफिशिएंसी दोनों को बढ़ावा मिला है। और शायद मीडिया के लोगों ने एक बात पर ध्यान केंद्रित किया होगा, जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है। സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ മാരിടൈം സെക്ടറിൽ ഉന്നതങ്ങൾ കീഴടക്കുന്നതിന് നാം പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായ പരിഗണന നൽകണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ പങ്കാളിത്തം കേവലം നമ്മുടെ പോർട്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മാത്രമല്ല, ഫ്യൂച്ചർ റെഡിയായി ഇത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടുത്തണം. പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം, ഇന്നവേഷൻ, എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ അദാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയും ഇക്കാര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. साथियों, हम कोच्चि में शिप बिल्डिंग एंड रिपेयर क्लस्टर स्थापित करने की दिशा में भी आगे बढ़ रहे हैं। इस क्लस्टर के तैयार होने के उसके कारण यहां रोजगार के अनेक नए अवसर तैयार होंगे। केरला के लोकल टैलेंट को, केरला के युवाओं को आगे बढ़ने का मौका मिलेगा. സുഹൃത്തുക്കളെ, നാം കൊച്ചിയിൽ ഷിപ്പ് ബിൽഡിംഗ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മാർഗത്തിൽ നാം മുന്നേറുകയാണ്. ഈ ക്ലസ്റ്റർ തയ്യാറാകുന്നതിലൂടെ അവിടെ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ പ്രാദേശികമായ വിഭവങ്ങൾ, കേരളത്തിലെ യുവാക്കൾ, ഇതെല്ലാം അവർക്ക് മുന്നേറുന്നതിനുള്ള അവസരങ്ങൾ നൽകും. फ्रेंड्स, भारत की शिप बिल्डिंग कैपेबिलिटीज को बढ़ाने के लिए देश अब बड़े लक्ष्य लेकर चल रहा है. इस साल बजट में भारत में बड़े शिप के निर्माण को बढ़ाने के लिए नई पॉलिसी की घोषणा की गई है. इससे हमारे मैन्युफैक्चरिंग सेक्टर को भी बढ़ावा मिलेगा. इसका सीधा लाभ हमारे एमएसएमई को होगा और इससे बड़ी संख्या में एम्प्लॉयमेंट के और एंटरप्रेन्योरशिप के अवसर तैयार होंगे. ഫ്രണ്ട്സ്, ഭാരതത്തിലെ ഷിപ്പ് ബിൽഡിംഗ് കാപ്പബിലിറ്റീസ് പുരോഗതി കൈവരിക്കുന്നതിലൂടെ രാജ്യത്ത് ഈ ലക്ഷ്യത്തിലൂടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റിൽ ഭാരതം വലിയ ഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി, അതിന്റെ പുരോഗതിക്കായി പുതിയ പുതിയ പോളിസികൾ പ്രഖ്യാപിച്ചു. ഇതിലൂടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ അതിന് പുരോഗതി കൈവരും. ഇതിന്റെ നേരിട്ടുള്ള പ്രയോജനം എംഎസ്എംഇ സെക്ടറിനും ധാരാളമായി ലഭിക്കും. ധാരാളമായി എംപ്ലോയ്മെന്റും എന്റർപ്രണർഷിപ്പും അതിനുള്ള അവസരങ്ങൾ കിട്ടും. साथियों, सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो, व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो. केरला के लोग जानते हैं, हमारे प्रयासों से पिछले 10 वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवेज, रेलवेज और एयरपोर्ट से जुड़ा विकास हुआ है. कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है. हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं. ഫ്രണ്ട്സ്,
അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുന്നത്. വ്യാപാര മേഖല പുരോഗതി കൈവരിക്കണം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരണം. കേരളത്തിലെ ആളുകൾ ഇതെല്ലാം അറിയുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കേരളത്തിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊപ്പം അതിവേഗത്തിൽ ഹൈവേകളും റെയിൽവേയും എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതികൾ ഭാരത സർക്കാർ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. फ्रेंड्स, भारत सरकार केरला के विकास से देश के विकास के मंत्र पर भरोसा करती है. हम कोऑपरेटिव फेडरलिज्म की भावना से चल रहे हैं. बीते 1 दशक में हमने केरला को विकास की सोशल पैरामीटर्स पर भी आगे ले जाने का काम किया है. जल जीवन मिशन, उज्ज्वला योजना, आयुष्मान भारत, प्रधानमंत्री सूर्यघर मुफ्त बिजली योजना,